ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്കൊരു ചോക്കോ കോക്കനട്ട് ബിസ്ക്കറ്റ് പുഡിംഗ് ഉണ്ടാക്കിയാലോ? ഒരു പാനിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കസ്റ്റാർഡ് പൗഡറും ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു 1.5 കപ്പോളം പാലും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. കുറച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നന്നായിട്ട് ഇതൊന്ന് കുറുക്കിയെടുക്കുക. ഇവിടെ പാകത്തിന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂണോളം ഡെസിക്കേറ്റഡ് കോക്കനട്ടും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്കൊരു ഗ്രീൻ കളറും കൂടി ഇത്തിരി ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. പുഡിംഗ് ട്രേയിലോട്ട് ബിസ്ക്കറ്റ് ഒന്ന് പാലിലൊന്ന് ഡിപ്പ് ചെയ്തിട്ടൊന്ന് വെച്ച് കൊടുക്കാം. ചെയ്ത് വെച്ച ബിസ്ക്കറ്റിലോട്ട് നമ്മൾ റെഡിയാക്കി വെച്ച മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒന്ന് ചേർത്ത് കൊടുക്കാം. 5 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1.5 കപ്പോളം പാലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി ഒരു 3 ടേബിൾ സ്പൂണോളം ചോക്ലേറ്റ് സിറപ്പും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് കുറുക്കിയെടുക്കാം. ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ഒരു ടീസ്പൂണോളം വാനില എസൻസും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ആക്കി വെച്ചതിലോട്ട് ഇനി ഒരു ലെയറും കൂടെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം ബിസ്ക്കറ്റ്. ഇനി ആ ചോക്ലേറ്റ് മിക്സ് ഇതിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഒരു 15 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിലോട്ടൊന്ന് വെച്ച് കൊടുക്കാം. പുഡിംഗ് എല്ലാം ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ കോക്കനട്ടും ബിസ്ക്കറ്റ് പൗഡറും കൊണ്ടാണ് ഗാർണിഷ് ചെയ്യുന്നത്. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗാണ്. ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കണം. താങ്ക് യു ഓൾ. അസ്സലാമു അലൈക്കും.